വിളിക്കുമ്പോ, പടച്ചവൻ വിളിക്കുമ്പോ നമ്മള് മണ്ണിൽ നിന്ന് വന്ന നമ്മൾ മണ്ണിലേക്ക് പോകേണ്ടവരാണ്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ അമ്മ ഈ ലോകം വിട്ടു പോവരുത്. എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം. ഏറ്റവും വലിയ ആഗ്രഹം. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് ആ 1.5 വയസ്സുള്ള ആ കുഞ്ഞു മോന. കോട്ടക്കൊന്ന് ഇടിഞ്ഞ് ആ മണ്ണിനടിയിൽ പെട്ടുപോയപ്പോ JCB കൊണ്ട് ആ മണ്ണ് മാറ്റുമ്പോ അതിൽ കണ്ട കാഴ്ച, ഒരമ്മയുടെ നെഞ്ചോട് ചേർന്ന് മാറോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ആ 1.5 വയസ്സുള്ള ആ കുഞ്ഞുമോന. നിർഭാഗ്യവാനാണെന്ന് നാട്ടുകാർ എല്ലാവരും പറയാം. 1.5 വയസ്സല്ലേ ആയുസ്സുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ കുഞ്ഞാ. കാരണം മരിക്കുമ്പോഴും ഉമ്മയുടെ മാറോട് ചേർന്ന് നെഞ്ഞോട് ചേർന്ന് കിടന്ന് മരിക്കാൻ പറ്റിയില്ലേ? റഫീഖ് അഹമ്മദ് സാറിനോടാണ് ഏറ്റവും വലിയ ഒരു ബഹുമാനം എനിക്ക് തോന്നുന്നത്. എന്താ അറിയോ? എൻ്റെ മനസ്സിനെ അതുപോലെ എടുത്തിട്ട് അദ്ദേഹം ഒരു സിനിമാ ഗാനമാക്കിയിട്ട് ഇറക്കി. അതാണ് ഏറ്റവും വലിയ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം. അദ്ദേഹം എഴുതിയത് ചിലപ്പോൾ ആ ഒരു ചിന്തയോട് കൂടി ആയിരിക്കില്ല. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നുന്നത് എൻ്റെ മനസ്സാണ് എടുത്തു വെച്ചതെന്നാ. അതെന്തായിരുന്നു ആ പാട്ടെന്നറിയോ? മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. അത് കാമുകിയും ഭാര്യ ഒന്നുമല്ല, അമ്മയാ, ഉമ്മയാണ്. മരിക്കുന്ന സമയത്തെ കൂടെ ഇരിക്കണം ഉമ്മ. കൈ ഇങ്ങനെ ചുട്ടു നീറുമ്പോ, ഈ കൈകളിലൂടെയൊക്കെ ഇങ്ങനെ വേദന പടർന്നു പൊന്തുമ്പോ, ഉമ്മയുടെ മേത്തൊന്ന് തൊടുമ്പോ ആ കിട്ടുന്നൊരു തണുപ്പില്ലേ, എല്ലാ വേദനയും നഷ്ടപ്പെടും. അവസാനത്തെ ശ്വാസം എടുക്കുമ്പോ അത് ഉമ്മയുടെ ആ ഗന്ധം. ഇനി ശ്വാസം എടുക്കുന്നില്ല, അവസാനത്തെ ശ്വാസ. ആ ശ്വാസത്തില് അമ്മയുടെ ഗന്ധം വേണം. അതാ ഫിലിപ്പ് മമ്പാട് സാർ പറഞ്ഞേ, മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു മണമുണ്ട് അമ്മയ്ക്ക്. അത് ഉമ്മയുടെ ഉദരത്തിനകത്ത് 9.5 മാസം കിടന്നത് ഓർമ്മ വേണം. ഉമ്മയുടെ മാറിൽ നിന്ന് ആദ്യത്തെ ദാഹം ഒരു വൈദ്യുത തരംഗം പോലെ നമ്മൾ കുടിച്ചപ്പോ ആ ഒരു മണം ഓർമ്മ വരണം. അപ്പോഴേ ഉമ്മയുടെ മണം ഓർമ്മ വരുള്ളൂ. ഇനി തുറക്കേണ്ടതില്ലാത്ത ഈ കണ്ണുകളിൽ അവസാനം ഉമ്മയുടെ മുഖം വേണം. മരിക്കുമ്പോഴേ നിറയെ ഉമ്മയുടെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അവസാനം കേൾക്കുന്ന ആ സ്വരം അത് ഉമ്മയുടെ ആവണം. ഉമ്മ നമ്മൾ ഉറക്കിയിരുന്നില്ലേ? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടില് ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഉറക്കുന്ന പാട്ട് ഞാൻ കേൾക്കും. എന്താ പാട്ട് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. മോനെ ഉറങ്ങിക്കോ, മോളെ ഉറങ്ങിക്കോ, ഇതാ ദൈവത്തിന്റെ നാമം കേട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഉമ്മ നമ്മളെ ഉറക്കിയ ആ പാട്ടില്ലേ, ആ സ്വരം കേൾക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല മക്കളെ. ഒരു ഉമ്മയും ഒരമ്മയും നമ്മളെ സമ്മതിക്കൂല. അവര് ജീവിച്ചിരിക്കെ നമ്മൾ മരിച്ചു പോകാൻ ഒരു ഉമ്മയും സമ്മതിക്കൂല. അറിയോ? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു 1 മിനിറ്റ് കൊണ്ട്. ആസാമിലൊരു ഭൂകമ്പം നടന്നപ്പോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസും പട്ടാളവും ഓടി നടന്ന് അവിടെയുള്ള പരിക്ക് പറ്റിയ ആൾക്കാരെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ശവശരീരങ്ങൾക്കിടയിൽ, കുന്നുകൂടി കിടക്കുന്ന ശവശരീരങ്ങൾക്കിടയിൽ അപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഉമ്മ. അവർ പ്രാർത്ഥിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. അവരെടുക്കണം, അവരെ രക്ഷിക്കണം, അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് കരുതി പോയി തൊട്ടപ്പോഴാ മനസ്സിലായേ അവർക്ക് ജീവനില്ല. ഇട്ടേച്ച് പോരെ, മരിച്ചവരെ നോക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് അവർ ഇട്ടേച്ച് പോകും. ഒരു 10 സ്റ്റെപ്പ് നടന്നപ്പോൾ അതിലൊരാൾക്കൊരു സംശയം, ഇവിടെ കിടക്കുന്ന ശവശരീരങ്ങളെല്ലാം ഇങ്ങനെയല്ലല്ലോ കിടക്കുന്നേ, ഇതിനെന്തൊരു പ്രത്യേകതയുണ്ടല്ലോ, അത് നോക്കണമല്ലോ എന്ന് കരുതി തിരിച്ചു വന്നിട്ട് അവരെ എടുത്ത്, ആ സ്ത്രീയെ എടുത്ത് നിവർത്തി കിടത്തിയപ്പോൾ കാണുന്നു അവരുടെ തലയുടെ പകുതി ഭാഗം അടർന്നു പോയിരിക്കുന്നു, തലച്ചോറ് ചെതറിപ്പോയിരിക്കുന്നു. വലിയൊരു സ്ലാബ് വന്ന് തലയിൽ വീണ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ആരും കാണുന്നില്ല. മുട്ടുകുത്തിയിട്ടാ കിടക്കണേ. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും ആ സ്ലാബ് വന്ന് തല തകർത്തപ്പോഴും അവർ മാറോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത് എന്തോ ഒരു സാധനം, ഒരു കമ്പിളി പുതപ്പിൽ പൊതിഞ്ഞ് എന്തോ ഒന്ന് അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. വളരെ പ്രയാസപ്പെട്ട് ആ കയ്യുമെല്ലാം മാറ്റി ആ കമ്പിളി പുതപ്പെടുത്ത് പുറത്തെടുത്ത് വെച്ച് നിവർത്തി നോക്കിയപ്പോഴാ കാണണേ അതിനകത്ത് 1-2 മാസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ്.
അവൻ സുഖമായിട്ട് ഉറങ്ങുക. അവിടെ നടന്ന കോലാഹലങ്ങളൊന്നും അവനറിയില്ല. അവൻ താമസിച്ച കെട്ടിടം നിലം പൊത്തിയത് അവനറിയില്ല. എന്തിനു പറയുന്നു? അവൻ ദാഹിച്ച് കരഞ്ഞപ്പോ, വിശന്ന് കരഞ്ഞപ്പോ ആ കരച്ചിൽ ഒരു കേൾക്കേണ്ട മാത്രയിൽ ഓടി വന്നിട്ട് അവനെ കോരിയെടുത്ത് അവന്റെ ചുണ്ടിലേക്ക് അമൃത് പകർന്നു കൊടുത്തിരുന്ന അവന്റെ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു എന്ന് അവൻ അറിയില്ല. കാരണം ആ കമ്പിളി പതപ്പിലൂടെ ആ ഉമ്മ പകർന്നു കൊടുത്ത ചൂട് അപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ സ്ലാബ് വന്ന് തലയിൽ വീണ് തല പിളർന്നു പോയപ്പോ ആ അമ്മ പറഞ്ഞു, മരണം വേണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോ, പക്ഷേ ഒരു മരണത്തിനും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കൂല. ഒരു മരണത്തിനും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതാണ് അമ്മ, അതാണ് ഉമ്മ. ആ ഉമ്മയെ അനുസരിക്കാൻ, ആ ഉമ്മയെ സ്നേഹിക്കാൻ മാത്രം പഠിച്ചാൽ മതി. ഒരു മക്കളും ഒരു ലഹരിയിലേക്കും അടിമപ്പെടില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഉമ്മയെ അനുസരിക്കുന്ന, ഉപ്പയെ ബഹുമാനിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന നല്ല മക്കളായിട്ട് വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.